നമ്മൾ ഈ ഒരു ത്രെഡ് ചിറ്റി കൊടുക്കുക. കുറച്ച് ചിറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, കുറച്ച് കൂടുതലാക്കി ചിറ്റി കൊടുക്കുക. ഓക്കെ, ഞാനിതാ ഇവിടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിക്കാം. ഓക്കെ, ഇതുപോലെ ആ ഒരു ത്രെഡ് നമ്മൾ ചുറ്റിയത് ഇതുപോലെ സെന്ററിൽ പിടിച്ചിട്ട്, ഞാൻ ഇവിടെയാണ് ഈ ഒരു ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഇവിടെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മളെ ഈ ഒരു റെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഇതിന്റെ സെന്ററിൽ നിന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഒരു സെന്റർ വെച്ചിട്ട് നമ്മൾ ഇത് ടൈറ്റ് ആക്കി കൊടുക്കുക. ഇവിടെ ഇതൊരു 2 പ്രാവശ്യം ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, നല്ലോണം കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പിന്നെ ഇതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യണം. അതിന് നമുക്ക് ഗ്രീൻ എടുക്കാം. ഓക്കെ, ഇവിടെ കെട്ടിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നല്ല ടൈറ്റ് ആക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അടുപ്പിച്ചിട്ട് നന്നായിട്ട് 2 സൈഡിലേക്ക് ആക്കിയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കുറച്ച് ഭാഗം ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്കിത് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ത്രെഡ് കുറവായ കാരണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണതാ കേട്ടോ.
ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. ഇനി നമ്മൾ ഈ ഒരു ഭാഗം, ഇങ്ങനെ നിൽക്കണ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക. ഇത് ഒന്ന് ഒപ്പാക്കി കൊടുക്കണം. ഓക്കെ, ഈ ഒരു കത്രികയുടെ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പിന്നെ ഈ ത്രെഡ് ഒന്ന് ഇങ്ങനെ ഒപ്പായിട്ടാണ്, അതായത് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് നമ്മൾ ചീന്തിയിട്ട് ഒരു ചീർപ്പ് യൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചീന്തിയിട്ട് ആ ഒരു പിന്നെ ത്രെഡൊക്കെ വേറെടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോംബോ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചീകി കൊടുത്താൽ ആ ഒരു ഇങ്ങനെ കൂടി നിൽക്കുന്ന നൂലൊക്കെ ഒന്ന് വിട്ടിട്ട് നല്ല രീതിയിൽ കിട്ടും. ഇത് നമ്മളെ ഡ്രസ്സുമേലൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അപ്പൊ ഇതുപോലെയാണ് ചെയ്യുക. ഓക്കെ, നല്ലോണം ഒരു കോംബോ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മൂന്നാമത്തെ സ്റ്റിച്ച്, ടെസൽ വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 3 സ്റ്റിച്ച് പഠിച്ചു. ഒന്ന് ഈ ഒരു ഫ്ലവറും, അതുപോലെ റിംഗ് നോട്ട്, അതുപോലെ പേൾ സ്റ്റിച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതുപോലെ പിക്ചർ എടുത്തിട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റിൽ ഫോട്ടോ ആയിട്ട് കൊടുക്കാം കേട്ടോ. ലാസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ ഒരു പിക്ക് ഞാൻ വെക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതാ വർക്ക് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ടും നമ്മുടെ ടെസൽ വർക്ക്, പിന്നെ നമ്മുടെ പേൾ ബീഡ്, പേൾ വർക്ക്, നമ്മുടെ പേൾ സ്റ്റിച്ച്, അതുപോലെ റിംഗ് നോട്ടാണ് ഈ 3 ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിംഗ് നോട്ടും പിന്നെ പേൾ സ്റ്റിച്ചും ഒരുമിച്ചിട്ടും ടെസൽ വേറെ അങ്ങനെയായിട്ട് രണ്ട് മോട്ടീഫായിട്ടും ചെയ്യാം, ഒരൊറ്റ ഒന്നിലായിട്ടും ചെയ്യാം. ഞാൻ ഒറ്റ ഒന്നിലാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ലാസ്റ്റ് ഈ ഒരു പിക്ചറിന്റെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.